കാര്യം ചെയ്യാൻ ഇപ്പോൾ ഒരാഴ്ചയുണ്ട് ഒരു കാര്യം ചെയ്യാൻ, അപ്പോൾ അതിന്റെ അവസാനം എൻഡിലേക്ക് വെക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊരു മടിയുടെ ലക്ഷണമാണോ? മടിയും ഉണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്തൊരു സൈക്കോളജിക്കലായിട്ട് നമ്മൾ ഒരു മനഃശാസ്ത്രപരമായിട്ട് തന്നെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പലപ്പോഴും ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. അതായത് ഒരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട്, പക്ഷെ ഞാനത് ചെയ്താൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ, അപ്പൊ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്നൊരു ഭീതി കൊണ്ട് അതിപ്പോ ചെയ്യണ്ട, അപ്പൊ ഞാൻ പരാജയപ്പെടില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശമാണ്. പിന്നീട് ഓവർ പെർഫെക്ഷനിസം. ഞാൻ ചെയ്തതിൽ യാതൊരു പ്രശ്നവും ഒരാൾ കണ്ടുപിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ന്യൂനത അതിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ന്യൂനത ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറെ ആലോചനകൾ വേണം, വേറെ കുറച്ച് കാര്യങ്ങൾ വേണം, അല്ലെ വേറെ കുറച്ച് ആൾക്കാരിൽ നിന്ന് അതിൻ്റെ ഒരു കൺഫർമേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടും ഇത് മാറ്റിവെക്കുന്നവർ. ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ്. ഇതൊരു കാര്യം ചെയ്യാനായിട്ട് വന്നു, അപ്പോൾ എന്തെങ്കിലുമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ അതിലേക്ക് പോകുന്നു നമ്മുടെ ശ്രദ്ധ. അപ്പൊ അവിടെ കൂടുതലായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിങ് ആണ്. അതായത് ഇപ്പം മൊബൈലാവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആകാം, അല്ലെങ്കിൽ TV കാര്യങ്ങളാകാം. അപ്പോൾ ഒരു വിഷ്വൽ ഓഡിറ്ററി കാര്യങ്ങളിലേക്ക് നമ്മുടെ കൂടുതൽ പ്ലഷർ കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു. അത് ഡിസ്ട്രാക്ഷൻ മൂലവും ഇതേപോലെ മാറ്റിവെക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാം. പിന്നീട് കൃത്യമായൊരു ഗോള്, ലക്ഷ്യബോധമില്ലായ്മ, ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ നടന്നെടുക്കണമെന്ന് ഒരു ഗോൾ ഡിറക്ഷൻ ഇല്ലായ്മ അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു പ്രായം കഴിഞ്ഞിട്ടല്ല ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഇവർക്ക് അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കാരണങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഹാബിച്യുവേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഹാബിറ്റ് ഫോർമേഷൻ, അത് കുട്ടികളിലാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ട് എങ്കിൽ അത് ആ ഒരു ടൈമിലി കറക്ഷൻ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളൊരു കുട്ടി, ഇവൺ ഒരു നഴ്സറി സ്കൂളിൽ പോകുന്നൊരു കുഞ്ഞാണെങ്കിലും, മോനെ നിന്റെ പുസ്തകം എടുത്ത് വെക്കാനുണ്ട്, നാളെ നിനക്ക് ക്ലാസ്സിൽ പോകണ്ടേ എന്ന് പറയുമ്പോൾ കൊച്ചു പറയാൻ പോകുന്നത് ആ നാളെ അല്ലേ, നാളെ എടുത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഈ നാളെയല്ലേ എന്ന് പറഞ്ഞ് അവൻ ഒഴിവാകുന്നത് ചിലപ്പോൾ അവൻ ആ സമയത്ത് കളിക്കുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവൻ എൻഗേജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മടിയായിരിക്കാം, ഇനി ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കണ്ടേ. പക്ഷേ അവിടെ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഇപ്പോഴാണ് നമ്മൾ ഓർത്തത്, ഇപ്പൊ തന്നെ അത് ചെയ്യണം. അപ്പൊ അതൊരു ഹാബിറ്റിലേക്ക്, അപ്പൊ ദൈനംദിനം ചെയ്യുന്ന ഒരു കാര്യം ആ കുഞ്ഞിന്റെ ഒരു ശീലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രൊക്രാസ്റ്റിനേഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കുട്ടികളിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ, ചൈൽഡ്ഹുഡിൽ തന്നെ അവരിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ശീലമാണിത്, പിന്നീടാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ വലിയ കാര്യമായിട്ട് പരിഗണിക്കാറില്ല. അത് കൊച്ചു പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കണം. ഇങ്ങനെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമുണ്ടോ? കാരണം മാറ്റിവെക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മാറ്റിവെക്കുന്നു, അല്ല ഒരു തീരുമാനം ഇപ്പൊ എടുക്കേണ്ടത് പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ അത് മാറ്റപ്പെടുന്നു എന്നത് മാത്രമല്ല, അതിലൂടെ ഉണ്ടാകുന്ന ഒരു നഷ്ടം കുറ്റബോധത്തിലേക്ക്, പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ടെൻഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതൊരു മാനസിക സംഘർഷമാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കാര്യം അത് ചെയ്യാതിരുന്നല്ലേ ഉള്ളൂ, പക്ഷെ ചെയ്യാതിരുന്നത് കൊണ്ട്, ടൈമിന് ചെയ്യാതിരുന്നത് കൊണ്ട് അതൊരു മാനസിക സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിസ്സാരമായി പറയേണ്ട ഒരു വിഷയമല്ല ഇതല്ലേ, ഒരു പ്രശ്നമല്ല. ഇതിനൊരു മാനസികമായിട്ടുള്ള ഒരു മാനസിക ആരോഗ്യവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ മാറ്റിവെക്കുന്നത് മൂലം നമ്മുടെ സ്വന്തം ജീവിതത്തിലും വേറൊരാളുടെ ജീവിതത്തിലും ഒക്കെ പ്രശ്നങ്ങൾ വരാമല്ലോ. ഇപ്പൊ ഞാനൊരു കേസ് ഞാനിങ്ങനെ ചിന്തിച്ചു പോകുമായിരുന്നു. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നു, ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്തായിരുന്നു ഇപ്പം ഏത് തരത്തിലുള്ളൊരു ഹെൽപ്പാണ് എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതത് പ്രത്യേകിച്ച് ഒന്നും ഇപ്പൊ പറയേണ്ടതായിട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു ഇത് തന്നെ പുള്ളിയുടെ പ്രശ്നം. ഒരു കാര്യം ചെയ്യേണ്ട സമയത്തോ പറയേണ്ട സമയത്തോ ഇദ്ദേഹം പറയില്ല. അപ്പം
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാകെ ഡെസ്പാണ് പുള്ളി. അപ്പം ജീവിതത്തോട് തന്നെ ഒരു ആഭിമുഖ്യമില്ലാതെയും സന്തോഷമില്ലാതെയും പുറത്തേക്കൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു കാര്യങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷനോ കാര്യങ്ങൾക്കോ ഒരു ഗെറ്റ് ടുഗദറിനോ ഒക്കെ പോകാൻ മടിയാണ്. അതുപോലെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഡിപ്രഷൻ പോലെ തോന്നുന്നു, ഒരു ഡെസ്പ് ഫീലിംഗ്. ഡിപ്രഷൻ അല്ല, ഒരു ഡെസ്പ് ഫീലിംഗ്, സങ്കടഭാവമാണ്, ടെൻഷനും ഉണ്ട്. അപ്പോൾ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷേ പുള്ളി എല്ലാ കാര്യങ്ങളും നീട്ടിവെച്ച് വന്നപ്പോഴത്തേക്കും അത് ബിസിനസ്സിനെ ബാധിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ബിസിനസ്സിനെ ആദ്യകാലങ്ങളിൽ ബാധിച്ചപ്പോഴും പുള്ളി അത് എങ്ങനെയൊക്കെയോ വൈഫ് ചേർന്ന് അത് ഒന്ന് കൈകാര്യം ചെയ്തു പോയി. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അവർക്ക് സാമ്പത്തികമായിട്ടും പ്രശ്നങ്ങളായി, ഈ ബിസിനസ്സിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളിൽ പ്രശ്നങ്ങളായി, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ പ്രശ്നങ്ങളായി. അങ്ങനെ ബിസിനസ് ഫ്ലോപ്പായി. അപ്പോൾ ഫിനാൻഷ്യലി ഇവർ തകർന്നു നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ നോക്കുമ്പോഴും ഇയാളൊരു ആങ്ഷ്യസ് പേഴ്സൺ ആയിരുന്നു. അതായത് എല്ലാ കാര്യത്തിനും ഒരു ഉത്കണ്ഠയുണ്ട്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു പരീക്ഷാ പേപ്പറിൽ ഒരു 50ൽ 49 കിട്ടി എന്ന് പറഞ്ഞാലും ആ പരീക്ഷാ പേപ്പർ മേടിക്കാൻ പോകുമ്പോൾ വിറച്ചുകൊണ്ടേ പോവുള്ളൂ. അപ്പം ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെയും വൈഫാണ് കുറച്ചും കൂടിയൊക്കെ പുള്ളിനെ ഒന്ന് പ്രസ് ചെയ്ത് പുഷ് ആൻഡ് പുള്ളൊക്കെ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നീട്ടി വെച്ച് ആകെ പ്രശ്നമായി പോയതാണ്. ഇപ്പോൾ പുള്ളിയോട് സംസാരിച്ചു വരുമ്പോൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റുകൾ, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് പല രീതിയിലുള്ള ഘടകങ്ങളാകാം. അപ്പൊ പുള്ളിയുടെ ആ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന് പറയുന്നത് ആങ്ഷ്യസ് അവോയ്ഡന്റ് ആണ്. അതായത് ഒരു പ്രശ്നം വരും അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ വരും എന്ന ഒരു രീതി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുന്നു. അപ്പൊ നമ്മൾ നോക്കണം, ഈ പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് അദ്ദേഹത്തെ നയിച്ച സംഭവം എന്താണ്? അയാൾക്ക് ഉത്കണ്ഠ വരുന്ന കാര്യങ്ങളെല്ലാം അയാൾ നീട്ടിവെക്കും, അതിലേക്ക് എടുത്തു ചാടുന്നില്ല. അപ്പൊ അവിടെ ഒരു സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സറിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനും ഓവർകം ചെയ്യാനും സാധിക്കാതെ വരുന്നു. അപ്പോൾ കുഞ്ഞുനാളിലെ തൊട്ട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, ഞാൻ നീട്ടിവെക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. പിന്നെ എനിക്ക് ചില സമയങ്ങളിൽ തോന്നും, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ സമയത്ത് ചെയ്താലും എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉപകാരമില്ല. അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിവാർഡ് സിസ്റ്റം. നമ്മൾ ഈ കുട്ടികളുടെ ബിഹേവിയർ മോഡിഫിക്കേഷനിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു കുഞ്ഞിനോട് നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം കുഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കണം. ഈ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അത് ശരിയായില്ല എന്നുള്ളത് മാത്രമല്ല, അത് ശരിയായി, നന്നായി, നീ നന്നായിട്ട് ചെയ്തു. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം മെറ്റീരിയലായിട്ടും നമുക്ക് കൊടുക്കാം, അല്ലാതെ വെർബലായിട്ടും നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു കുട്ടിയെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു വസ്തുതയാണത്. ഈ പുവർ റിവാർഡിംഗ് സിസ്റ്റം പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് നയിക്കുന്നു എന്ന് തിയറികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ കാര്യം ചെയ്യാനായിട്ട് അയാളിൽ ഉണ്ടാവുന്ന പ്രവണതയുടെ ആ ഊർജം കുറയുന്നു.